ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്കി ഹോംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? അതായത് വീട് വെക്കാൻ വേണ്ടി സ്ഥലവും പ്ലോട്ടൊക്കെ വാങ്ങി തയ്യാറാക്കി വെച്ച് നിങ്ങൾ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. വീട് നിർമ്മിക്കാനായി പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ, നമ്മൾ വളരെ നിസ്സാരമായി കരുതിയിരിക്കുന്ന ആ 5 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്റെ പേര് വിവേക്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ കാര്യമായി എനിക്ക് പറയാനുള്ളത് ഡ്രസ്സിംഗ് റൂമിനെ കുറിച്ചിട്ടാണ്. ഞാൻ പല വീഡിയോയിലും ഡ്രസ്സിംഗ് റൂമിനെ കുറിച്ചിട്ട് പരാമർശിക്കാറുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഡ്രസ്സൊക്കെ മാറുന്നതൊക്കെ നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ ഒക്കെ വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വല്ല പുറത്തോട്ടൊക്കെ പെട്ടെന്ന് പോകേണ്ട സമയത്തൊക്കെ നമ്മൾ ബെഡ്റൂമൊക്കെ അലങ്കോലപ്പെട്ടിട്ടായിരിക്കും കിടക്കുക. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതും ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ ബെഡ്റൂമിന്റെ അകത്ത് വെച്ചിട്ടാണ്. അപ്പൊ നമുക്കിത് ബെഡ്റൂമിനോട് ചേർന്നിട്ട് ഒരു കോർണറിലോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വാൾഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് അതിലൊരു മിററൊക്കെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനും ഡ്രസ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഏരിയ ആയിട്ട് അത് കൺവേർട്ട് ചെയ്തെടുക്കുകയും ബെഡ്റൂമിന്റെ സ്പേസിനൊക്കെ ബാധിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ബെഡ്റൂമിന്റെ സ്പേസസ് ഒക്കെ ഒരുക്കുകയും അതുപോലെ തന്നെ ബെഡ്റൂം ഒന്നും അലങ്കോലപ്പെടാതിരിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പൊ നമുക്കത് ബാത്റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർണറിലോ ഒക്കെ ഒരു ഡ്രസ്സിംഗ് റൂമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയറിനും നിങ്ങളുടെ ബെഡ്റൂമിന്റെ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ നന്നായിട്ട് കാരണമായിട്ട് വരും. ഇനിയിപ്പോൾ ഡ്രസ്സിംഗ് റൂം എല്ലാ ബെഡ്റൂമിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിലെങ്കിലും ഒരു ഡ്രസ്സിംഗ് റൂം ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഡ്രസ്സിംഗ് റൂമിന് വേണ്ടി വരുന്ന ഏരിയ നിങ്ങളുടെ ടോട്ടൽ ഏരിയയെ വല്ലാതെ ബാധിക്കുകയൊന്നുമില്ല. ഒരു ചെറിയ ഏരിയ ഒക്കെ മതി നമുക്ക് ഡ്രസ്സിംഗ് റൂമിന് അല്ലെങ്കിൽ മേക്കപ്പ് റൂമിനൊക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഡ്രസ്സിംഗ് റൂമിന്റെ കാര്യം പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ മറക്കരുത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഹാൻഡ് വാഷിംഗ് സ്പേസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ഡൈനിങ് റൂമിലേക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഹാൻഡ് ഒക്കെ വാഷ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ബേസിനൊക്കെ ഫിറ്റ് ചെയ്യുമല്ലോ, അതിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ ഡിസൈനിങ് സമയത്തൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ നമ്മളൊന്നും ആ ടൈമിൽ ഓർത്തെടുക്കാത്തതായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഹാൻഡ് വാഷിംഗ് സ്പേസ് ഒക്കെ. അപ്പോൾ നമ്മളൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ സ്റ്റെയർ റൂമിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും മിക്കവാറും ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡൈനിങ്ങിന്റെ അടിഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വാഷിംഗ് ബേസിനൊക്കെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡൈനിങ് റൂമിന്റെ ഏതെങ്കിലും കോർണറിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ വാഷിംഗ് ബേസിൻ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാർ കഴിയുക തന്നെ നമ്മുടെ ഫ്ലോറിലും ആ ചുമരിലും ഒക്കെ ഒന്നാകെ വെള്ളമായി അവിടെയൊക്കെ ഒരു അപ്പിയറൻസ് ഒക്കെ ഇല്ലാത്ത രീതിയിലൊക്കെ അവിടെ കിടക്കും. അപ്പോൾ നമ്മൾ ഇത്ര രൂപയൊക്കെ കൊടുത്ത് ഒരു ഇന്റീരിയർ ഒക്കെ ചെയ്ത് നമ്മുടെ വീടിന്റെ ഡൈനിങ്ങിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ കോർണറിൽ പ്രൊജക്ട് ചെയ്തിരുന്ന വാഷിംഗ് ബേസിന് അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് ഏരിയ ഒക്കെ ആയിരിക്കും ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റിനൊക്കെ കാണാൻ പറ്റുക. അത് നമ്മുടെ വീടിന്റെ ഇന്റീരിയറിന്റെ ലുക്കിനൊക്കെ നന്നായി ബാധിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു സ്പേസ് കണ്ടെത്തുക, ഒരു കട്ടിങ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് അധികം കാണാത്ത രീതിയിലോട്ട് ഒരു കട്ടിങ് സ്പേസ് ഒക്കെ കൊടുത്ത് അതിന്റെ ഉള്ളിലൊക്കെ നമ്മൾ അത് സെറ്റ് ചെയ്താൽ തന്നെ നമ്മൾ അവിടെയുള്ള മൂവ്മെന്റ് സ്പേസ് ഒന്നും നമുക്ക് മിസ്സാവുകയും ഇല്ല. നമ്മൾക്ക് പുറത്തുനിന്ന് വല്ല ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാത്ത വിധത്തിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുമെങ്കിൽ നല്ല വൃത്തിയും ഡൈനിങ് ഏരിയ നല്ല ക്ലീൻ ആയിട്ടൊക്കെ കിടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യാനൊക്കെ പോകുമ്പോൾ ഈ ഹാൻഡ് വാഷിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ബോധേഡാവണം. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് നമ്മൾ അവിടെ കണ്ടെത്തുകയും വേണം. മൂന്നാമതായി നമ്മൾ സംസാരിക്കുന്നത് സ്റ്റോറിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ സ്റ്റോറൊക്കെ കൊടുക്കാറുണ്ട്, നമ്മുടെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട്. അത് വളരെ അത്യാവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന മറ്റ് വേസ്റ്റുകളല്ല, മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ചില ടൂൾസുകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അതുപോലെ തന്നെ ചില കസേരകൾ, ടേബിൾസ്, അതൊക്കെ സൂക്ഷിച്ചു വെക്കാനും അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ഹാളിലോ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ വലിച്ചു വാരിയിട്ടാതെ അതൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ എവിടെയെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കണ്ടെത്തുക. അതിപ്പോൾ സ്റ്റെയറിന്റെ അടിയിൽ, നമ്മുടെ സ്റ്റെയർ കേസിന്റെ അടിയിലൊക്കെ നമ്മൾ കവർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഔട്ടറിൽ എവിടെയെങ്കിലും ഒരു സ്പേസിങ് കണ്ടെത്തി അവിടെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിനകത്ത് അത് വലിച്ചു വാരി ഇട്ടിട്ട് ഒന്നാകെ അലങ്കോലപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാനും വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾ പ്ലാനൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ സ്റ്റോർ സ്പേസിനെ കുറിച്ച് മറക്കരുത്. നാലാമതായി നമ്മൾ സംസാരിക്കുന്നത് കിഡ്സ് ലേണിംഗ് ഏരിയയെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടെത്തും. ഒട്ടുമിക്ക വീടുകളിലും ബെഡ്റൂമിലെ ബെഡിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഡൈനിങ് റൂമിലെ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടോ ഒക്കെ ആയിരിക്കും കുട്ടികൾ പഠിക്കുക. അതിന് പകരം ഹാളിലോ അല്ലെങ്കിൽ മറ്റ് ഒരു ഫ്രീ ആയിട്ടുള്ള ഏരിയയിൽ ഒരു ചെറിയൊരു ഡൈനിങ് സ്പേസ് അത് നമുക്ക് സ്റ്റെയറിന്റെ അടിയിലായാലും ഉണ്ടാക്കിയെടുക്കാം. ഒരു കമ്പ്യൂട്ടറൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള ഷോക്കറ്റ്സും അതുപോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഇലക്ട്രിക്കൽ ഇതൊക്കെ ചെയ്തിട്ട്
അവിടെ ഒരു ചെറിയൊരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, നമ്മളെ കുട്ടികൾക്ക് അവിടെ നിന്ന് പഠിക്കാൻ, അത് അവരുടെ പഠന മികവിനെ ഉയർത്താനൊക്കെ സാധിക്കും. അതും തന്നെയല്ല, ഇതൊരു കോമൺ ഏരിയയിൽ കൊടുക്കുന്നത് കൊണ്ട് കുട്ടികളുടെ ആക്ടിവിറ്റി നമ്മൾ രക്ഷിതാക്കൾക്കൊക്കെ ശ്രദ്ധിക്കാനും പറ്റും. അപ്പോൾ ഇത് നിങ്ങളുടെ കുട്ടികളുടെ ഒരു പഠന നിലവാരത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ സർക്കാരുകളൊക്കെ പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പഠന റൂം ഉണ്ടാക്കാൻ വേണ്ടി അതിനുവേണ്ടി ഒരു പ്രത്യേക ഫണ്ട് തന്നെ അനുവദിച്ചു വരാറുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ ഒട്ടുമിക്ക വീടുകളിലും കൊടുത്തു വരാറുമുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി കൂടി നിങ്ങൾ കണക്കിലെടുക്കുക. അപ്പോൾ ഒരു പഠന റൂമിലുള്ള ഒരു സ്പേസ് നിങ്ങൾ ഡിസൈനറോട് എവിടെയെങ്കിലും ആയിട്ട് കണ്ടെത്താൻ വേണ്ടി പറയുക. അഞ്ചാമതായി നമ്മൾ പറയാൻ പോകുന്നത് ലോണ്ട്രി ആൻഡ് അയൺ സ്പേസിനെ കുറിച്ചിട്ടാണ്. ലോണ്ട്രി എന്ന് വെച്ചാൽ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്പേസ് കണ്ടെത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ അയൺ ചെയ്യാനും അതിനടുത്തായി തന്നെ സ്പേസ് കണ്ടെത്തുക. ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഊർജ്ജം, അതായത് വെള്ളമായാലും വൈദ്യുതി ആയാലും ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കുറച്ചൊക്കെ ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എഫേർട്ടും ഒന്ന് ലഘൂകരിക്കാനൊക്കെ ഇത് സാധിക്കും. ഇത് പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ മുൻകൂട്ടി ഡിസൈൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതായത് നിങ്ങൾ ഓപ്പൺ ടെറസിലാണ് ഇപ്പോൾ ലോണ്ട്രിയും അയണിങ് സ്പേസ് ഒക്കെ സെറ്റ് ചെയ്യുന്നതെന്ന് വയ്ക്കും. അയൺ സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ റാക്കൊക്കെ അടിച്ചിട്ട് നമ്മൾ ഒരു ഷെൽഫൊക്കെ അടിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ അവിടെ വാഷിംഗ് മെഷീൻ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടേക്ക് കറണ്ട് എത്തിക്കണം, അതുപോലെ തന്നെ വാട്ടർ കണക്ഷൻ എത്തിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പ്ലംബിംഗ് വർക്കുകളും വയറിംഗ് വർക്കുകളും നടക്കുന്ന സമയത്ത് തന്നെ ഇത് അവിടേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു അയണിങ് സ്പേസിന്റെയും അല്ലെങ്കിൽ ഒരു ലോണ്ട്രി സ്പേസിങ്ങിന്റെ ഒക്കെ ഒരു സ്പേസിങ് നിങ്ങൾ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ നിത്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. ഈ നിസ്സാരമായ 5 കാര്യങ്ങളാണ് നിങ്ങൾ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്ലാൻ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നത്. ഇത് പലരും ചെയ്തിട്ടുണ്ടായിരിക്കും, പല വീടുകളും ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ഇതിന്റെ ഗുണത്തെ കുറിച്ചിട്ടൊക്കെ കമന്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് സഹായകരമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.